ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുഗൾ ഗാർഡനുകൾ. പേർഷ്യൻ തോട്ടങ്ങളുടെ മാതൃകയിൽ മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ച ഈ ഉദ്യാനങ്ങൾ വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് പ്രകൃതിയും മനുഷ്യന്റെ സർഗാത്മകതയും ഒന്നിക്കുന്ന ഒരു അത്ഭുത ദൃശ്യം കൂടിയാണ്. ദാൽ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ സബർവാൻ മലനിരകളുടെ ചെരുവുകളിലാണ് ഈ തോട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മലമുകളിൽ നിന്നുള്ള സ്വാഭാവിക ഉറവുകളെ തട്ടുകളായുള്ള ജലാശയങ്ങളായും നീരുറവകളായും മാറ്റിയ മുഗളന്മാരുടെ ജലസംരക്ഷണ രീതിയും വാസ്തുവിദ്യയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ജഹാംഗീർ ചക്രവർത്തി തൻ്റെ പ്രിയപത്നി നൂർജഹാനായി നിർമ്മിച്ച പ്രണയത്തിൻ്റെ ഉദ്യാനമാണ് ഷാലിമാർ ബാഗ്. ഇവിടുത്തെ കറുത്ത മാർബിൾ മണ്ഡപവും നൂറുകണക്കിന് നീരുറവകളും രാജകീയ പ്രൗഢി വിളിച്ചോതുന്നതാണ്. നിഷാദ് ബാഗാണ് മറ്റൊരു വിസ്മയ കാഴ്ച. സന്തോഷത്തിൻ്റെ ഉദ്യാനം എന്നാണ് ഈ പേരിനർത്ഥം. ദാൽ തടാകത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന 12 തട്ടുകളുള്ള ഈ തോട്ടം കാഴ്ചക്കാരന് വലിയ മനഃശാന്തിയാണ് നൽകുന്നത്. ചഷ്മ ഷാഹിയാണ് മറ്റൊരു അത്ഭുതം. രാജകീയ ഉറവ എന്നാണ് ഈ പേരിനർത്ഥം. ഔഷധ ഗുണമുള്ള ഒരു സ്വാഭാവിക നീരുറവയ്ക്ക് ചുറ്റുമാണ് ഷഹജഹാൻ ചക്രവർത്തി ഈ ചെറിയ ഉദ്യാനം പണികഴിപ്പിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ചിനാർ മരങ്ങളാണ് ഈ തോട്ടങ്ങളുടെ ജീവൻ. ശരത്കാലത്ത് ഈ മരങ്ങളിലെ ഇലകൾ സ്വർണ്ണ നിറത്തിലും ചുവപ്പിലും തിളങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ മുഗൾ ഗാർഡൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് സഹയാത്രികർക്കൊപ്പം ഞാനും മുഗൾ ഗാർഡൻ്റെ അത്ഭുത കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ഷാലിമാർ ഗാർഡൻ വെറുമൊരു ഗാർഡനല്ല, ഇതൊരു വലിയ സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയേറെ പൂക്കളും ചെടികളും മറ്റ് സവിശേഷമായ കാഴ്ചകളുമാണ് ഈ ഷാലിമാർ ഗാർഡൻ നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മുഗൾ ഗാർഡനുകളിലൂടെ നടക്കുമ്പോൾ കേവലം പൂക്കളുടെ ഭംഗി മാത്രമല്ല നമ്മൾ ആസ്വദിക്കുന്നത്. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും തണുത്ത കാറ്റും ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും ചേർന്ന് മനസ്സിന് ഒരു പ്രത്യേക ശാന്തത ഇത് നൽകുന്നു. തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയോട് അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഇതൊരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും. മുഗൾ ചക്രവർത്തിമാരും കാശ്മീരും തമ്മിലുള്ള ബന്ധം വളരെയേറെ ആഴമേറിയതായിരുന്നു. കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗിയിൽ ലയിച്ചുപോയ മുഗളന്മാർ അതിനെ തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി മാറ്റുകയും കലയിലൂടെയും വാസ്തുവിദ്യയിലൂടെയും ആ താഴ്വരയെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു. 1586 മുതൽ 1752 വരെയുള്ള കാലഘട്ടത്തിലാണ് കാശ്മീർ മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നത്. കാശ്മീർ ചരിത്രത്തിൻ്റെ നിർണായക സ്വാധീനം ചെലുത്തിയ പ്രധാന മുഗൾ രാജാക്കന്മാരും അവരുടെ സംഭാവനകളും ആണ് ശ്രീനഗറിനെ ഇന്നീ നിലയിൽ പ്രസിദ്ധമാക്കിയിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രധാന ചക്രവർത്തി അക്ബർ ചക്രവർത്തിയാണ്. അക്ബർ ചക്രവർത്തിയാണ് കാശ്മീരിനെ കീഴടക്കിയ രാജാവ്. 1586 അക്ബർ ചക്രവർത്തി ആണ് കാശ്മീരിനെ മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തതും ഇവിടെ മുഗൾ ഭരണം സ്ഥാപിച്ചതും. ഇവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന യൂസുഫ് ഷാ ചക്കിനെ പരാജയപ്പെടുത്തിയാണ് അക്ബർ കാശ്മീർ പിടിച്ചടക്കിയത്. അക്ബർ കാശ്മീരിൽ 3 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ശ്രീനഗറിലെ പ്രശസ്തമായ ഹരി പർബത്ത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള മതിൽ നിർമ്മിച്ചത് അക്ബർ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാത ധനകാര്യമന്ത്രിയായിരുന്ന രാജ തോഡർമൽ കാശ്മീരിലെ നികുതി വ്യവസ്ഥകൾ പരിഷ്കരിക്കുകയും കാശ്മീരിനെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിൽ കാര്യമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു.
മുഗൾ രാജാക്കന്മാരിൽ കാശ്മീരിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഇവിടെ സമയം ചിലവഴിച്ചതും ജഹാംഗീർ ചക്രവർത്തിയാണ്. അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് 13 തവണയാണ് കാശ്മീർ സന്ദർശിച്ചത്. മരണക്കിടക്കയിൽ വെച്ച് ആരോ അദ്ദേഹത്തോട് അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ ജഹാംഗീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാശ്മീർ മാത്രം, ബാക്കിയെല്ലാം ഒന്നുമല്ല എന്ന്. പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അദ്ദേഹവും പത്നി നൂർജഹാനും ചേർന്നാണ് ശ്രീനഗറിലെ നാം ഇപ്പോൾ കാണുന്ന ഈ ഷാലിമാർ ബാഗ്, അനന്തനാഗിലെ അച്ചബൽ, വേരിനാഗ് എന്നീ ഉദ്യാനങ്ങൾ നിർമ്മിച്ചത്. ജഹാംഗീറിനെ പോലെ തന്നെ ഷാജഹാനും കാശ്മീരിലെ പതിവ് സന്ദർശകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് കാശ്മീരിലെ വാസ്തുവിദ്യ ഏറ്റവും ഉന്നതിയിലെത്തിയത്. ലോകപ്രശസ്തമായ ചഷ്മ ഷാഹി തോട്ടം നിർമ്മിച്ചത് ഷാജഹാനാണ്. കൂടാതെ ഷാലിമാർ ബാഗിൻ്റെ ഭംഗി കൂട്ടാനായി അദ്ദേഹം അതിൽ ചില നിർമ്മിതികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനായ ദാറ ഷിക്കോ ശ്രീനഗറിൽ ഒരു ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രവും മനോഹരമായ ഒരു തോട്ടവും സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് പരിമഹൽ. തൻ്റെ മുൻഗാമികളെപ്പോലെ ഔറംഗസേബ് കാശ്മീരിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി കണ്ടില്ല. അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ മാത്രമാണ് കാശ്മീരിനെ സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് കാശ്മീരിൻ്റെ ഭരണം നിയോഗിച്ച ഗവർണർമാരായിരുന്നു. മുഗൾ രാജാക്കന്മാർ കാശ്മീർ വെറുമൊരു രാജ്യമായി മാത്രമല്ല കണ്ടിരുന്നത്, മറിച്ച് അവരുടെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നു കാശ്മീർ. ഇന്ന് നമ്മൾ കാണുന്ന ശ്രീനഗറിൻ്റെ സൗന്ദര്യത്തിന് അടിത്തറയിട്ടത് മുഗളന്മാരുടെ ഈ വലിയ കാശ്മീർ പ്രണയമായിരുന്നു. ശ്രീനഗറിലെ തന്നെ മുഗൾ ഗാർഡനുകളിൽ ഏറ്റവും വലുതും പ്രശസ്തവുമായ ഷാലിമാർ ബാഗിലൂടെയാണ് ഇപ്പോൾ നാം നമ്മുടെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിലെ ശ്രീനഗറിൽ ദാൽ തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ ഉദ്യാനമാണ് ഈ ഷാലിമാർ ബാഗ് ഗാർഡൻ. മുഗൾ വാസ്തുവിദ്യയുടെയും പേർഷ്യൻ തോട്ടങ്ങളുടെയും ഏറ്റവും മികച്ച സങ്കലനവും ഉദാഹരണവുമാണിത്. AD 1619 മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ തൻ്റെ പ്രിയ പത്നി നൂർജഹാനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ തോട്ടം നിർമ്മിച്ചത്. ഷാലിമാർ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം പ്രണയത്തിൻ്റെ വാസസ്ഥലം അഥവാ എബോർഡ് ഓഫ് ലവ് എന്നാണ്. പിന്നീട് ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഈ തോട്ടം കൂടുതൽ വികസിപ്പിക്കുകയും ഫായിസ് ബക്ഷ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇന്നും ഈ മനോഹരമായ പൂന്തോട്ടം ഷാലിമാർ ബാഗ് ഗാർഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഷാലിമാർ ബാഗ് പ്രധാനമായും 3 തട്ടുകളായി തിരിച്ച് നടുവിലൂടെ വെള്ളമൊഴുകുന്ന ഒരു കനാൽ വരുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ താഴത്തെ തട്ട് പൊതുജനങ്ങൾക്കായി നീക്കി വെച്ചിരുന്ന സ്ഥലമായിരുന്നു. ചക്രവർത്തി ജനങ്ങളെ കണ്ടിരുന്ന ദിവാൻ ഇ ആം ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിലെ രണ്ടാമത്തെ തട്ടാകട്ടെ ചക്രവർത്തിയുടെ അടുത്ത സുഹൃത്തുക്കൾക്കും സഭാംഗങ്ങൾക്കുമായി മാത്രമുള്ളതായിരുന്നു. ഇതിനെ ദിവാൻ ഇ ഖാസ് എന്ന് വിളിക്കുന്നു. ഇവിടെ മനോഹരമായ നീരുറവുകൾ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ മുകളിലത്തെ തട്ട് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമായി നീക്കിവെച്ച അന്തഃപുര ഉദ്യാനമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കറുത്ത മാർബിളിൽ തീർത്ത ഒരു മണ്ഡപമാണ്. ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ഈ മണ്ഡപത്തിന് ചുറ്റും 100-ലധികം നീരുറവുകൾ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും. ചിനാർ മരങ്ങൾ ആണ് ഈ കൂട്ടുന്നത്. ഒക്ടോബർ-നവംബർ മാസങ്ങളിലെ ശരത്കാലത്ത് ഈ മരങ്ങളിലെ ഇലകൾ സ്വർണ്ണ നിറമാകുമ്പോൾ തോട്ടം മൊത്തത്തിൽ തിളങ്ങി നിൽക്കും. ദാൽ തടാകത്തെ
ഈ തോട്ടവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ കനാൽ വഴിയാണ് പണ്ട് രാജാക്കന്മാർ തോട്ടത്തിലേക്ക് എത്തിയിരുന്നത്. ഷാലിമാർ ബാഗിലെ കറുത്ത മാർബിൾ മണ്ഡപത്തിൽ പേർഷ്യൻ കവിയായ അമീർ ഖുസ്രുവിൻ്റെ പ്രശസ്തമായ വരികൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനഗർ സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് പ്രകൃതിയും ചരിത്രവും സൗന്ദര്യവും ഒത്തുചേരുന്ന ഈ ഷാലിമാർ ഗാർഡൻ. ശ്രീനഗറിലെ മുഗൾ ഗാർഡനുകളിൽ രണ്ടാമത്തെ വലിയ ഉദ്യാനമായ നിഷാദ് ബാഗ് ഏറെ പ്രശസ്തമാണ്. ഷാലിമാർ ബാഗ് പോലെ തന്നെ കാശ്മീരിലെ പ്രശസ്തമായ ദാൽ തടാകത്തിൻ്റെ കിഴക്ക് തീരത്ത് മനോഹരമായ സബർവാൻ മലനിരകളുടെ പശ്ചാത്തലത്തിലാണ് നിഷാദ് ബാഗ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലെ ഏറ്റവും മനോഹരമായ മുഗൾ ഉദ്യാനങ്ങളിൽ ഒന്നുകൂടിയാണിത്. AD 1633 ആസിഫ് ഖാൻ ആണ് ഈ തോട്ടം നിർമ്മിച്ചത്. മുഗൾ ചക്രവർത്തിനിയായിരുന്ന നൂർജഹാൻ്റെ മൂത്ത സഹോദരനും ഷഹജഹാൻ ചക്രവർത്തിയുടെ അളിയനുമായിരുന്നു അദ്ദേഹം. നിഷാദ് ബാഗ് എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം സന്തോഷത്തിൻ്റെ ഉദ്യാനം അഥവാ ഗാർഡൻ ഓഫ് ജോയ് ഇല്ലെങ്കിൽ ഗാർഡൻ ഓഫ് ഗ്ലാഡ്നെസ് എന്നൊക്കെയാണ്. ഷാലിമാർ ബാഗിനെ പോലെ ചതുരാകൃതിയിലാണ് ഇതിൻ്റെയും നിർമ്മിതി. എന്നാൽ മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ 12 തട്ടുകളായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ 12 തട്ടുകൾ രാശിചക്രത്തിലെ 12 രാശികളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. തോട്ടത്തിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് ഒഴുകുന്ന ഒരു പ്രധാന കനാൽ ഇതിൻ്റെ നടുവിലൂടെയുണ്ട്. ഇതിലെ ഒഴുകുന്ന വെള്ളം തോട്ടത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിനോടൊപ്പം തണുപ്പുള്ള അന്തരീക്ഷവും നിർമ്മിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ തട്ടിലും മനോഹരമായ ജലാശയങ്ങളും അവയ്ക്ക് നടുവിൽ നൂറുകണക്കിന് നീരുറവുകളും നമുക്ക് കാണാവുന്നതാണ്. നിഷാദ് ബാഗിൽ നിന്നും നോക്കിയാൽ ദാൽ തടാകത്തിൻ്റെ വിസ്തൃതമായ കാഴ്ചയും അതിലൂടെ പോകുന്ന ശിക്കാര വള്ളങ്ങളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. തടാകത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ചിനാർ മരങ്ങൾ ഈ തോട്ടത്തിന് തണൽ വിരിക്കുന്നു. ഈ മരങ്ങൾ പണ്ട് മുഗൾ രാജാക്കന്മാർ തന്നെ നട്ട് പിടിപ്പിച്ചതാണ് എന്നതാണ് ചരിത്രം. വൈവിധ്യമാർന്ന റോസാപ്പൂക്കൾ, ലില്ലികൾ, മറ്റ് അപൂർവ ഇനം പുഷ്പങ്ങൾ എന്നിവ ഇവിടെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു. വസന്തകാലത്ത് ഇവിടെ വർണ്ണാഭമായ പൂക്കളുടെ ഒരു കടലായി മാറും. നിഷാദ് ബാഗിൻ്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ട ഷാജഹാൻ ചക്രവർത്തി തൻ്റെ അമ്മാവനായ ആസിഫ് ഖാൻ അത് തനിക്ക് സമ്മാനമായി നൽകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ആസിഫ് ഖാൻ അതിന് തയ്യാറാകാത്തതിനാൽ ദേഷ്യം വന്ന ചക്രവർത്തി തോട്ടത്തിലേക്കുള്ള ജലവിതരണം കുറച്ചുനാൾ തടസ്സപ്പെടുത്തി എന്നതാണ് ചരിത്രം. പിന്നീട് ഇവരുടെ ബന്ധം ശരിയായ ശേഷമാണ് തോട്ടത്തിലേക്കുള്ള വെള്ളം വീണ്ടും തുറന്നു വിട്ടത് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ശ്രീനഗറിലെ 3 പ്രശസ്തമായ മുഗൾ ഗാർഡനുകളിൽ ഏറ്റവും ചെറുതും എന്നാൽ സവിശേഷവുമായ ചഷ്മ ഷാഹി ഗാർഡനാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗാർഡൻ. കാശ്മീരിലെ ശ്രീനഗറിൽ രാജ്ഭവന് സമീപം സബർവാൻ മലനിരകളുടെ ചെരുവിലാണ് ചഷ്മ ഷാഹി ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും നീര് ശാന്തമായ അന്തരീക്ഷവും സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. AD 1632 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ആണ് തൻ്റെ മൂത്ത മകനായ ദാരാ ഷിക്കോയ്ക്ക് സമ്മാനമായി ഈ തോട്ടം നിർമ്മിച്ചു നൽകിയത്. ചഷ്മ ഷാഹി എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം രാജകീയ ഉറവ എന്നതാണ്. കാശ്മീരിലെ പ്രശസ്തനായ സന്യാസി റൂപ ഭവാനി കണ്ടെത്തിയ ഒരു സ്വാഭാവിക നീരുറവയ്ക്ക് ചുറ്റുമാണ് ഈ തോട്ടം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ചഷ്മ സാഹിബി എന്നും വിളിക്കാറുണ്ട്. ഈ തോട്ടത്തിൻ്റെ വാസ്തുവിദ്യയിൽ
പെർഷ്യൻ സ്വാധീനം വളരെ വ്യക്തമായി കാണാവുന്നതാണ്. മറ്റ് മുഗൾ ഗാർഡനുകളെ പോലെ ഇതും തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 തട്ടുകളുള്ള ഈ തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് പ്രശസ്തമായ ആ നീരുറവ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളം ഒരു കല്ല് പവിലിയനിൽ ഒഴുകി താഴത്തെ തട്ടിലേക്ക് കനാൽ വഴി എത്തുന്നു. ഈ വെള്ളം ഉപയോഗിച്ചാണ് ഇവിടുത്തെ നീരുറവകളും ജലധാരകളും പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഉറവയിലെ വെള്ളത്തിന് പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്നും ദഹന പ്രക്രിയയ്ക്ക് ഇത് വളരെ നല്ലതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. പണ്ട് മുഗൾ രാജാക്കന്മാർ ഡൽഹിയിലായിരിക്കുമ്പോൾ പോലും കുടിക്കാനായി ഇവിടെ നിന്നുള്ള വെള്ളം കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ഉയരമുള്ള ഒരു മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ നിന്ന് നോക്കിയാൽ താഴെയുള്ള ദാൽ തടാകത്തിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് വ്യക്തമായി ആസ്വദിക്കാനാവുന്നതാണ്. വൈവിധ്യമാർന്ന നിറത്തിലുള്ള പുഷ്പങ്ങളും മനോഹരമായി വെട്ടി ഒതുക്കിയ പുൽത്തകിടികളും ഈ ഉദ്യാനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. സാധാരണയായി എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ചഷ്മ ഷാഹി ഗാർഡനിലേക്ക് പ്രവേശനം അനുവദിക്കാറ്. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് ഇത് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യവും. ഇങ്ങനെ ശ്രീനഗറിലെ മനോഹരമായ കാഴ്ചകളും അതിൽ പ്രധാനമായി ഷാലിമാർ ബാഗും നിഷാദ് ബാഗും അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും ചെറിയ ഗാർഡനായ ചഷ്മ ഷാഹിയും ഒക്കെ കണ്ടുകൊണ്ടും അതിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും സഹയാത്രി ഗാർഡനെ വലം വെച്ച് ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയാണ്. എനിക്കൊപ്പമുള്ള സഹയാത്രികരാകട്ടെ ഈ ഗാർഡനിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന റോസാ പുഷ്പങ്ങളും അവ ബാക്ക്ഗ്രൗണ്ടായി ധാരാളം ഫോട്ടോകളും പ്രകൃതിയുടെ സൗന്ദര്യവും ചിമ്മുന്ന നീരുറവുകളുടെ മനോഹാരിതയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടാക്കി ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് ഈ മഹാനിർമ്മിതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ തങ്ങളുടെ മനസ്സിലും ക്യാമറയിലും ഫോട്ടോകളായും വീഡിയോകളായും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ മനോഹരമായ ഉദ്യാനങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ നാം ഇവിടുത്തെ കാഴ്ചകളോട് വിട പറഞ്ഞ് കാഴ്ചകളെല്ലാം മനസ്സിലും ക്യാമറയിലും ഒതുക്കി ഈ മനോഹര കാഴ്ചകളോട് വിട പറഞ്ഞ് കാശ്മീരിലെ പ്രത്യേകിച്ച് ശ്രീനഗറിലെ മറ്റ് കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ്.